morning, my dear friends. We are going to interact on day-to-day English. English is not our mother tongue. Even it is not an Indian language. It is a foreign language, and the terminologies and the usages of foreign languages totally different from Indian languages. Normally, 90% Indians are thinking in their own mother tongue. Then they try to translate it into English. Definitely, it will be wrong. Translations are destroying English language. Dear lovers of language, you have to learn a fact that majority of the Malayalam writers are not Malayalam PG holders. Majority of the Indian English authors are not English PG holders. In many regular colleges, botany professors, zoology professors, and chemistry professors know English better than English teachers. My dear friends, let me switch over the talk in Malayalam. കേരളത്തിലെ 10,000-കണക്കിന് വരുന്ന ഇംഗ്ലീഷ് അധ്യാപകർ സ്കൂൾ കോളേജുകളിലെ, ഇന്ത്യ മഹാരാജ്യത്ത് ലക്ഷക്കണക്കിന് ഇംഗ്ലീഷ് അധ്യാപകർ സ്കൂളുകളിലും കോളേജുകളിലും. ഇവർ ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ്സ് ആയിരിക്കാം, ഇംഗ്ലീഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയിരിക്കാം. ഇവരെക്കാളും 10,000 മടങ്ങ് ലാംഗ്വേജിൽ ഡെപ്തുള്ള, സാഹിത്യത്തിൽ ഡെപ്തുള്ള മറ്റ് ടീച്ചേഴ്സ് വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കാണാം. അതിന് തെളിവാണ് മലയാളത്തിലെ മേജർ റൈറ്റേഴ്സിൽ 95%ഉം മലയാളം മെയിൻ എടുത്തവരല്ല. എം ടി വാസുദേവൻ നായർ കെമിസ്ട്രി മെയിനാണ്, സി രാധാകൃഷ്ണൻ ഫിസിക്സ് ആണ്, പൊന്നത്തിൽ കുഞ്ഞബ്ദുള്ള MBBS ആണ്, പി പത്മരാജൻ BSc ആണ്, സേതു BSc ആണ്. പിന്നീട് വരുന്നത് ഇംഗ്ലീഷ് മെയിൻ എടുത്തവരാണ്. OV വിജയൻ, സക്കറിയ, സഞ്ജയൻ തുടങ്ങിയ ഒരു വലിയ വിഭാഗം പേർ. സ്കൂൾ കോളേജുകളിലെ മലയാള അധ്യാപകരിൽ മലയാള സാഹിത്യം ഡീപ്പായി പഠിക്കുന്നവർ 1% മാത്രമേ കാണൂ, കൂടിയാൽ 2%. ഇത് വ്യക്തമാക്കുന്ന ഒരു ഫാക്റ്റ് അല്ലെങ്കിൽ ഒരു ദുഃഖസത്യം, ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വായന അവിടെ അവസാനിപ്പിക്കുന്നു. അതോടുകൂടി ലാംഗ്വേജിൽ വരുന്ന ചേഞ്ചസ് ഈ ലാംഗ്വേജ് ടീച്ചേഴ്സിന് അറിയാതെ പോകുന്നു. പല മലയാളം ടീച്ചേഴ്സും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ആഷ മേനോൻ എഴുതുന്നത് മലയാളം ലിപിയിലാണ്, പക്ഷേ അത് മലയാളമല്ല. KP അപ്പൻ്റെ സ്റ്റൈൽ സുകുമാർ അഴീക്കോട് വിമർശിച്ചിരുന്നു. കാരണം അഴീക്കോടിൻ്റെയും NV കൃഷ്ണവാര്യരുടെയും ഒക്കെ ഒരു ജനറേഷൻ കഴിഞ്ഞ് KP അപ്പനും ആഷ മേനോനും നരേന്ദ്രപ്രസാദും ഒക്കെ വരുമ്പോൾ ലാംഗ്വേജിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ സ്റ്റൈലും മാറുകയാണ്. രോഗത്തിൻ്റെ പൂക്കൾ എന്ന് V രാജകൃഷ്ണൻ പേര് കൊടുത്തപ്പോഴും പുതിയ പുരുഷാർത്ഥങ്ങൾ എന്ന് ആഷ മേനോൻ പേര് കൊടുത്തപ്പോഴും വല്ലാതെ നമ്മുടെ പഴയ സാൻസ്ക്രിറ്റ് സ്കോളേഴ്സ് നെറ്റി ചൊളിച്ചു. കാരണം പാശ്ചാത്യ ടെർമിനോളജീസ് ആണ് ഇവർ ഉപയോഗിക്കുന്നത് എന്ന്. ഇന്ന് കേരളത്തിൽ KP അപ്പൻ്റെ സ്റ്റൈലിനെതിരെ വിരൽ ചൂണ്ടുന്ന ഒരൊറ്റ മലയാളം ടീച്ചേഴ്സിനെയും കാണില്ല. പാമ്പുകൾ ഉറയൂരുന്നു, അതേപോലെ ലാംഗ്വേജസ് അതിൻ്റെ സ്റ്റൈൽ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ക്രിയേറ്റീവ് റൈറ്റേഴ്സ് അതിൻ്റെ സ്റ്റൈലിനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യക്കകത്തും പുറത്തും ഒരുപാട് സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് ടീച്ചറായി വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ സമാന്തര കോളേജുകളിലും മാടായി PGSSലും അബുദാബിയിലും ജിദ്ദയിലും ഒക്കെ ജോലി ചെയ്യുമ്പോൾ എനിക്ക് വ്യക്തമായൊരു കാര്യം, മറ്റ് ഗ്രാജുവേറ്റ്സ് സയൻസിലും കോമേഴ്സിലും ഒക്കെ ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ളവർ ഇംഗ്ലീഷോട് കാണിക്കുന്ന സ്നേഹം, ആ ലാംഗ്വേജ് പഠിക്കാൻ അവരുപയോഗിക്കുന്ന സമയം, ആ സമയത്തിൻ്റെ ചെറിയൊരംശം പോലും ഇംഗ്ലീഷ് ടീച്ചേഴ്സ് മെനക്കെടുന്നില്ല എന്നുള്ളതാണ്. മാടായി ഭാഗത്തൊക്കെ ഞാനുള്ളപ്പോൾ ഗണിതശാസ്ത്ര അധ്യാപകരായ ഹരീന്ദ്ര മാഷും CK സതീശ് മാഷും ഇക്കണോമിക്സിൽ ബിരുദാനന്തര ബിരുദമുള്ള മുസ്തഫയൊക്കെ ഡെയിലി 2 hours ലാംഗ്വേജിന് വേണ്ടി ഡിവോട്ടഡ് ആണ്. ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷൻ പഠിക്കുന്നു, മോഡേൺ ഇംഗ്ലീഷ് യൂസേജസ് പഠിക്കാൻ അവർ അഡ്വാൻസ് ലേണേഴ്സ് നിരന്തരം റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും തങ്ങളുടെ ബാധ്യത അല്ല എന്ന് കരുതിയിരിക്കുന്നവരെയാണ് ഇംഗ്ലീഷ് ടീച്ചേഴ്സായി ഞാൻ കണ്ടവരിൽ ഏതാണ്ട് വലിയൊരു ഭാഗം ആളുകൾ. ട്രാൻസ്ലേഷൻ മതി, ട്രാൻസ്ലേഷനോടുകൂടി ഞങ്ങൾക്ക് തടി തപ്പാം, പക്ഷേ ട്രാൻസ്ലേഷനാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ തകർക്കുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിന് അതിൻ്റേതായ ഒരു ശൈലിയുണ്ട്. ആ സ്റ്റൈൽ യൂറോപ്യൻ സ്റ്റൈലാണ്. ആ സ്റ്റൈലിനെ ഇന്ത്യൻ ഇംഗ്ലീഷിലേക്കോ ഇന്ത്യൻ സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല.
ഒരൊറ്റ എക്സാമ്പിൾ പറയാം. രാജീവ് ഗാന്ധി ഇന്ത്യയുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ് എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്ന് ഒരു നാറ്റീവ് സ്പീക്കറോട് ചോദിച്ചാൽ അയാളുടെ മറുപടി അങ്ങനെയൊരു സ്റ്റൈൽ അമേരിക്കൻ ഇംഗ്ലീഷിലോ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലോ ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു സ്റ്റൈൽ ഇന്ത്യൻ ഇംഗ്ലീഷിൽ കൺട്രിബ്യൂട്ട് ചെയ്യാം. വാട്ട് ഈസ് ദ ഓർഡിനൽ നമ്പർ ഓഫ് രാജീവ് ഗാന്ധി ആസ് ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ? വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് രാജീവ് ഗാന്ധി ആസ് ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ ഓർ എമംഗ് ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ? ഇതുപോലെ ഞാൻ ബ്രിട്ടീഷ് കൗൺസിലുള്ള ഒരു റിച്ചാർഡ് എന്ന ഒരു ഇംഗ്ലീഷ് അധ്യാപകനോട് ചോദിച്ചു, ഞാൻ എൻ്റെ ഫാമിലിയിലെ 4ാമത്തെ കുട്ടിയാണ്, ഈ ഐഡിയ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ രൂപത്തിൽ ഫ്രെയിം ചെയ്യാം? അങ്ങനെ ആലോചിച്ച് പറഞ്ഞു, ആ നാറ്റീവ് സ്പീക്കേഴ്സായ ഞങ്ങൾ വി ഡോണ്ട് ആസ്ക് സച്ച് എ ക്വസ്റ്റ്യൻ, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഫ്രെയിം ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ആർ യു ദി യങ്ങസ്റ്റ് ഓർ ദി ഓൾഡസ്റ്റ്? രണ്ടുമല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ നീദർ, അല്ലെങ്കിൽ ഐ ആം ദ ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ ഓർ ദ ഫോർത്ത് വൺ. ഈ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്കതിനെ ഫ്രെയിം ചെയ്യാമെന്ന്. അതല്ലാതെയും അനേകം തരത്തിലുള്ള സ്റ്റൈലുകൾ ഇന്ത്യൻ ഇംഗ്ലീഷിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇംഗ്ലീഷിൻ്റെ ആ ഒരു കൊളൊക്കേഷൻ, ആ ടേം നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. കൊളൊക്കേഷൻസ് എന്നുള്ളത് ചേരുംപടി ചേരലാണ് കൊളൊക്കേഷൻസ്. അത് മലയാളത്തിൽ ആലോചിച്ച് 2 വാക്കുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ അത് ഇംഗ്ലീഷിൽ തെറ്റായിരിക്കും. ലത്തീഫിന് ഡോക്ടറേറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നൽകി. ആ നൽകുക എന്നുള്ളതിന് ഗിവ് എന്നല്ല പറയുക. ലത്തീഫ് വാസ് കൺഫേർഡ് PhD ബൈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അവിടെ ഉപയോഗിക്കുന്ന വേർഡ് കൺഫറാണ്. നാളെ തലശ്ശേരിയിൽ പ്രതിഭാ സംഗമം നടക്കുന്നു. സംഗമം എന്നുള്ളതിന് മീറ്റിംഗ് പ്ലേസ് എന്ന് പറയാം. പക്ഷേ പ്രതിഭാ സംഗമമാകുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വേർഡ് കൺഫ്ലുവൻസ് ആണ്. കൺഫ്ലുവൻസ് ഓഫ് ടാലൻറ്റഡ് റൈറ്റേഴ്സ്, കൺഫ്ലുവൻസ് ഓഫ് പോയറ്റ്സ്, കൺഫ്ലുവൻസ് ഓഫ് ബിസിനസ് ക്ലാസ് പീപ്പിൾ. സ്റ്റൈലിൽ ഒരു യൂറോപ്യൻ ലാംഗ്വേജും ഒരു ഇന്ത്യൻ ലാംഗ്വേജും കമ്പയർ ചെയ്യാൻ കഴിയില്ല. നമ്മുടെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും വേണ്ടത് വൊക്കാബുലറിയുടെ അഭാവം അവർക്കില്ല. കയ്യിലുള്ള വൊക്കാബുലറിയെ എഫക്റ്റീവായി യൂസ് ചെയ്ത് അതിനെ ഒരു ആയുധമാക്കി മാറ്റി അതിനെ ജാവലിൻ ത്രോ പോലെ ഉപയോഗിക്കണമെങ്കിൽ ഭാഷാ സ്വാധീനം വേണം. ഭാഷാ സ്വാധീനം വേണമെങ്കിൽ ഒരു പദം പൂർണ്ണമായും അവരുടെ കയ്യിൽ ഒതുങ്ങിയോ എന്ന് നോക്കണം. ഉദാഹരണമായിട്ട് TEAR, ടിയർ, അത് മരണം വരെയും കുട്ടി പറയും കണ്ണീരാണ് കണ്ണീരാണ് കണ്ണീരാണ്. ടിയർ എന്ന പദം വേർബൽ ഫോമിൽ ഉപയോഗിക്കുമ്പോൾ കീറി മുറിക്കുക എന്നുള്ളതാണ്. ഐ ടോർ എ പീസ് ഓഫ് ന്യൂസ് പേപ്പർ. മോളെ ബുക്കിൽ നിന്നൊരു 2 പേജ് പറിക്ക്. പ്ലീസ് ടിയർ ഓഫ് 2 pages ഫ്രം യുവർ ബുക്ക്. അപ്പോൾ ടിയർ എന്ന വേർഡിൻ്റെ ആ മറ്റ് മീനിങ്ങുകൾ, ആ ടിയർ എങ്ങനെയൊക്കെ യൂസേജിലേക്ക് കൊണ്ടുവരാം എന്നുകൂടി അറിയുമ്പോൾ മാത്രമാണ് ഈ പദം ഈ കുട്ടിയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുന്നത്. ഞാനൊരു ടോക്ക് കേൾക്കാനിടയായി എൻ്റെ നാട്ടിൽ വെച്ച്. കർഷക സ്ത്രീ അവാർഡ് കിട്ടിയൊരു സരിത എന്നൊരു ലേഡിക്ക് സ്വീകരണം കൊടുത്തു. അവർ മലയാളത്തിലാണ് പ്രസംഗിച്ചത്, ഒരു കുഴപ്പമില്ല. അവരെ മലയാളം കേൾക്കാനും സുഖമുണ്ട്. അതിനിടയിൽ അവരൊരു ഇംഗ്ലീഷ് പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിൻ്റെ ബാക്ക് യാർഡിൽ ധാരാളം വെജിറ്റബിൾസ് വളർത്തുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പം വളരുക എന്നുള്ളൊരു ഗ്രോ എന്ന് പറയും. ഗ്രോത്ത് എന്നുള്ളത് അതിൻ്റെ നൗണാണ്, വളർച്ച. വളർത്തുക എന്നുള്ളതിനും ഗ്രോ ആണ് പറയുക. അപ്പോൾ ഗ്രോ എന്ന വേർഡ് ട്രാൻസിറ്റീവ് വെർബുമാണ്, ഇൻട്രാൻസിറ്റീവ് വെർബുമാണ്. ഈ ട്രാൻസിറ്റീവും ഇൻട്രാൻസിറ്റീവും ഒന്നും പറഞ്ഞിട്ട് കുട്ടികളെയും മുതിർന്നവരെയും കൺഫ്യൂസ്ഡ് ആക്കേണ്ട കാര്യമില്ല. ഗ്രോ എന്ന വേർഡിന് 2 അർത്ഥമുണ്ട്, വളരുക അല്ലെങ്കിൽ വളർത്തുക. അത് സന്ദർഭത്തിനനുസരിച്ച് എങ്ങനെ മാറാം എന്ന് കുട്ടികളെയും ഗ്രൗണ്ടപ്പ് ആളുകളെയും ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. ഈ ലേഡി പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുക്കള ഭാഗത്ത് ഒരു വെജിറ്റബിൾ തോട്ടം വളർത്തുന്നുണ്ട് എന്ന്. ഐ ആം ഗ്രോയിങ് വെജിറ്റബിൾസ് ഇൻ മൈ ബാക്ക് എന്നാണ് ഈ ലേഡി പറഞ്ഞത്. ആളുകളിൽ ചിലർ ചിരിക്കാൻ തുടങ്ങി. ദേ സ്റ്റാർട്ടഡ് ലാഫിങ്. ദേ മെയ്ഡ് ബോയ്സ്റ്ററസ് ലാഫർ. എന്താ പിടികിട്ടിയോ? ഈ സ്ത്രീയുടെ എവിടെയാണ് വെജിറ്റബിൾസ് വളരുന്നത്? ബട്ടക്സിലോ? അവിടെ അവർ പറയേണ്ടിയിരുന്നത് ഐ ആം ഗ്രോയിങ് വെജിറ്റബിൾസ് ഇൻ ദ ബാക്ക് യാർഡ് എന്നാണെന്ന് പറയേണ്ടിയിരുന്നത്. ഇതാണ് മലയാളത്തിൽ ആലോചിച്ച് അതിനെ ഇംഗ്ലീഷിലാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തമാശ പടരും.
എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ വേറൊരു എക്സാമ്പിൾ ഉണ്ട്. ആ ഒരു ക്ലാസ്സിൽ, ആ റെഗുലർ കോളേജിലെ ഡിഗ്രി ക്ലാസ്സിൽ കോയമ്പത്തൂരിൽ പഠിച്ചൊരു കുട്ടി വന്നു ചേർന്നു. +2 വരെ കോയമ്പത്തൂരാണ് പഠിച്ചത്. ഷീ ഈസ് ക്വൈറ്റ് ഫ്ലുവൻറ്റ് ഓഫ് ടങ് ഇൻ ഇംഗ്ലീഷ്. ഈ കുട്ടിക്ക് ഇംഗ്ലീഷ് കുറേയൊക്കെ പറയാനറിയാം. അപ്പോൾ ഇവർ തമ്മിൽ ഒരല്പസ്വല്പം പ്രേമമൊക്കെ ആയപ്പോൾ ഈ പയ്യൻ വിചാരിച്ചു ഒന്ന് ഇംഗ്ലീഷ് കാച്ചിക്കളിയാം. അങ്ങനെ പയ്യനൊരു ദിവസം ഇങ്ങനെ ഈ കുട്ടിയോടുകൂടി നടന്നു പോകുമ്പോൾ ചോദിച്ചു, വുഡ് യു മൈൻഡ് മാരിങ് മീ? ക്വസ്റ്റ്യൻ ശരിയാണ്. വുഡ് യു മൈൻഡ് മാരിങ് മീ? ഉടനെ പെൺകുട്ടി പറഞ്ഞു, യെസ് ഐ മൈൻഡ് ഇറ്റ്. ഈ ബടുവൻ വിചാരിച്ചു ഐ മൈൻഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എഗ്രീഡ് എന്നാണ് അർത്ഥം. അല്ല, ഐ മൈൻഡ് ഇറ്റ് മീൻസ് ഐ ഒബ്ജക്റ്റ് ഇറ്റ്. മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും അറിയാവുന്ന ഏക അർത്ഥം മനസ്സ് എന്നാണ്. മൈൻഡിൽ നിന്ന് എന്തെല്ലാം ഫങ്ഷൻസ് പൊട്ടിമുറപ്പെടുന്നുണ്ട്. മൈൻഡ് വേർബാണ്. ഏതൊക്കെ തരത്തിൽ? ഐ മൈൻഡ് ഇറ്റ് മീൻസ് ഐ ഒബ്ജക്റ്റ് യുവർ ലവ് എന്നാണ് അർത്ഥമെന്ന് ഈ പയ്യന് മനസ്സിലായില്ല. ഇവൻ്റെ ഇംഗ്ലീഷ് ഷോ കാണിക്കൽ അതോടെ നിന്നു. ഇവൻ വിട്ടില്ല. ഇവൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ കല്യാണം കഴിഞ്ഞാൽ ഐ വിൽ ലുക്ക് യു ലൈക്ക് ഗോൾഡ് എന്ന്. ഞാൻ നിന്നെ സ്വർണം പോലെ നോക്കും. അങ്ങനെയാണോ പറയുക? ഐ വിൽ ലുക്ക് യു ലൈക്ക് ഗോൾഡ് എന്നാണോ പറയുക? ഐ വിൽ ലുക്ക് ആഫ്റ്റർ യു. അപ്പോൾ ഈ തരത്തിൽ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ വരുമ്പോൾ ഏതാണ്ട് 90% യൂസേജസും തെറ്റായിരിക്കും. ഡോക്ടർ മരുന്ന് എഴുതി കൊടുക്കുന്നു, കുറിച്ച് കൊടുക്കുന്നു. ഡോക്ടർ റൈറ്റ്സ് മെഡിസിൻ എന്ന് നമ്മൾ പറയാറില്ലല്ലോ, ഡോക്ടർ പ്രിസ്ക്രൈബ്സ് മെഡിസിൻ. ഇങ്ങനെ ലാംഗ്വേജിൻ്റെ യൂസേജ് നാറ്റീവ് സ്പീക്കേഴ്സിൻ്റെ യൂസേജിലേക്ക് വരണമെങ്കിൽ, സ്റ്റാൻഡേർഡ് യൂസേജിലേക്ക് വരണമെങ്കിൽ ആ പദം ഒരു സെൻറ്റൻസിൽ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, ആ ഫങ്ഷണൽ ഗ്രാമർ അറിയില്ലെങ്കിൽ ഈ ലാംഗ്വേജ് പഠനം തീർത്തും അവതാളത്തിലാണ്, ചളിക്കുഴിയിലാണ്. ഒരുപാട് വൊക്കാബുലറി 2000 വേർഡ്സോ 10,000 വേർഡ്സ് അയാൾക്കറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അറിയാവുന്ന പദങ്ങൾ നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണോ? ആ പദം ഉപയോഗിച്ച് നിങ്ങൾക്ക് പന്താടാൻ കഴിയുന്നുണ്ടോ? ആ പദം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഐഡിയാസ് തെറ്റുകൂടാതെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ വരുമ്പോൾ ഏതാനും പദങ്ങൾ മാത്രമേ വേണ്ടൂ. പക്ഷേ ഉള്ള പദങ്ങളുടെ കറക്റ്റ് യൂസ് അല്ലെങ്കിൽ കറക്റ്റ് യൂസേജ് അറിഞ്ഞിരിക്കണം. ഒരു എക്സാമ്പിൾ കൂടി പറയാം. അയ്യോ അവനൊരു തറയാണ്. അത് ഇംഗ്ലീഷിൽ മലയാളത്തിൻ്റെ സ്റ്റൈലിലല്ല പറയുക. ഹി ഹാസ് നോ ക്ലാസ്. അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവന് ക്ലാസ്സില്ലെന്നാണോ? അല്ല, അതിൻ്റെ മീനിങ് അവനൊരു തറയാണ്, അവൻ ഒരു ക്ലാസ്സിനും യോജിക്കുന്നവനല്ല എന്നാണ്. ഹി ഹാസ് നോ ക്ലാസ്. ലെറ്റ് മീ കോട്ട് ആൻ എക്സാമ്പിൾ. ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഡിസ്കഷനിൽ കാര്യങ്ങൾ എവിടെയും അവസാനിക്കുന്നില്ല. സാധാരണ ബോൺ ഓഫ് കൺടെൻഷൻ എന്ന് പറയും. ഒടുവിൽ ഒരാൾ പറയാണ്, ഐ സ്മെൽ റാറ്റ്. എനിക്ക് എലിയെ മണക്കുന്നു എന്നല്ല, സംതിങ് ഈസ് റോങ് സംവെയർ എന്നാണ്. ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത് ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ നടക്കില്ല. കാരണം ഇംഗ്ലീഷിൻ്റെ ഭൂമിക കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടും ഇന്ത്യൻ ഭാഷകളുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടും രണ്ടാണ്. മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ലവേഴ്സ് ഓഫ് ലാംഗ്വേജ്, പ്ലീസ് dispel your doubts by asking me a lot of questions. My dear friends and lovers of language, please like, share and subscribe my channel. Thank you.